നമസ്തേ, പ്രീതാസ് കെലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പടവലങ്ങയും മത്തിയും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു രക്ഷയില്ല, അത് സൂപ്പർ കോമ്പിനേഷനാണ്. ഒരു പ്ലേറ്റ് നിറയെ ചോറുണ്ണാൻ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ഞാൻ 2 പടവലങ്ങ എടുത്തിട്ടുണ്ട്. ചെറുതാവേണ്ട, നല്ല വണ്ണം കുറഞ്ഞ് ചെറുതാവേണ്ട 2 വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ 2 വേണമെന്ന് തോന്നുന്നില്ല, ഒരാൾക്കുള്ളതേ ഉണ്ടാക്കേണ്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഞാൻ അതിൻ്റെ ആ മീദത്തുള്ള തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഉള്ളിലുള്ള കുരുവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നേരെ കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതൊക്കെ ഉണ്ട്, കുറച്ചിതാ നീളത്തിൽ ആണ് ഇതുപോലെ കട്ട് ചെയ്യണത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗി തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിത് അതുപോലെ നീളത്തിൽ അവിയലിനൊക്കെ കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ ഒരെണ്ണം കട്ട് ചെയ്തപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള കഷ്ണമുണ്ട്. ഒരുപാടായ മത്തി ഉണ്ടല്ലോ, അപ്പോൾ ഒരുപാടായ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഒരെണ്ണേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി ഇവിടെ ഞാൻ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട്. ഇതിലൊരു 300 ഗ്രാം മത്തിയാണ് ഉള്ളത്. അത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ മത്തിയല്ല, കുഞ്ഞൻ മത്തിയല്ല, കുറച്ച് ചെറിയ മത്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പടവലങ്ങ നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടല്ലേ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ സൈസിന് വേണ്ടിയിട്ട് ഞാൻ ഈ മത്തി ഒന്ന് 2 ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കുഞ്ഞമത്തിയൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതേപോലെ അങ്ങോട്ട് ഇട്ടാൽ മതി. ഇപ്പോൾ ഇതെല്ലാം അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ നിന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി എടുത്തിട്ടുണ്ട്. കുറച്ചധികം തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയുടെ കഷ്ണങ്ങളാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവ് വേണം, എന്നാലും ഇതിലധികം എരിവൊന്നുമില്ല. മുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണ്ടെങ്കിൽ എടുത്തോളൂ. ഒരു 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സർ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ തേങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. തേങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക. കഷ്ണങ്ങളാവുകൊണ്ടാണ് ഇത് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ നേരെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പച്ചമുളക് ഉണ്ടല്ലോ, ആ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, വലിയ ചെറിയ ഉള്ളി ആകുമ്പോൾ നേരെ പോലെ ചതയില്ല. അപ്പം ഒന്ന് ഇതുപോലെ 2 ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇഞ്ചി, അതെ ഇഞ്ചി വലിയ കഷ്ണമല്ലേ, അതൊരു 4 6 ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇതിന് വെള്ളമൊന്നും ചേർക്കരുത്, വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇനി ഞാനിവിടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ കഴുകി വെച്ച കട്ട് ചെയ്ത് വെച്ച മത്തി ഉണ്ടല്ലോ, മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ച പടവലങ്ങയുടെ കഷ്ണങ്ങളുണ്ടല്ലോ, ആ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില, ഒരു 2-3 തണ്ട് കറിവേപ്പില ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ആ കറിവേപ്പില ഒന്ന് ഊരിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് പുളി, അധികമൊന്നുമില്ല, ചെറിയൊരു കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് ആവരുത്, ഇതുപോലെ ചെറിയൊരു കഷ്ണം പുളി ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഞാൻ മാങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് ചെറിയൊരു കഷ്ണം പുളി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി മുഴുവനായിട്ട് നമ്മുടെ ഇതിലേക്ക് ആവശ്യമില്ല, ഒരു പകുതി തക്കാളി മതി. കാരണം പുളിയൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പുളി അല്ലെങ്കിൽ നിങ്ങൾ മാങ്ങ ഇട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ചെറിയൊരു കഷ്ണം തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ അവിടെ ചതച്ച് വെച്ച തേങ്ങാരപ്പുണ്ടല്ലോ, ആ തേങ്ങാരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ചതച്ചെടുക്കണം. ഈ തേങ്ങാരപ്പും കൂടി ഇട്ടതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് മിക്സ് ചെയ്യണതാവും കൂടുതൽ നല്ലത്. ആ മീനൊന്നും ഉടയാതെ മെല്ലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അതുപോലെ ഉരുക്കൂട്ടി വയ്ക്കുക. ഇപ്പം നേരെ ഉരുക്കൂട്ടി വെച്ചിട്ടില്ലേ, ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വയ്ക്കാം. സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ചട്ടി ചൂടാവുന്നവരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ മത്തിയും പടവലങ്ങയൊക്കെ നേരെ വെന്തിട്ടുണ്ട്. ഇതുപോലെ മെല്ലെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ചട്ടിയായിട്ടും അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നേരത്തെ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഒന്ന് ഇതുപോലെ പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇടുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്.
പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ആ പടവലങ്ങയിലേക്ക് പുളിയും മസാലയുടെ തേങ്ങാരപ്പും ഒക്കെ ആയിട്ട് മീനും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.